ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റോഡ് സൈഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. വണ്ടി കംപ്ലൈന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ റോട്ടിൽ നിന്നൊക്കെ പോയി എടുത്തു പറഞ്ഞ പരിപാടിയില്ലേ, അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പോണത്. ഇത് ചെയ്യണ്ട, ഇവിടെ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഏത് വണ്ടിയായാലും വന്നപ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് ഇവിടെ വരും. വർക്ക്ഷോപ്പിൽ വന്ന് വണ്ടി പണിത് റെഡിയാക്കി കൊടുക്കും. അതിന് നമ്മൾ ഈടാക്കുന്ന ചാർജാണ് 350 രൂപ. പിന്നെ നമ്മൾ അവിടെ പോയി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി റെഡിയാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കി കാണിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ അപ്പോൾ അത് കംപ്ലൈന്റ് ആയി പോയതാ, അത് ശരിയാക്കിയിട്ട് ഇനി കൊണ്ടു കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇന്നിപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി പോണത് തൊട്ടടുത്ത് തന്നെ ഒരു മരട്ടിൽ തൃപ്പൂണിത്തറ ഏരിയയിലാണ്. അവിടെ ഒരു 5 കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി എടുക്കാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. റോഡ് സൈഡിൽ ഹെൽമെറ്റൊക്കെ കാണും. ഭയങ്കര ബ്ലോക്കാ. ന്യൂക്ലിയസ് മാളിന്റെ അടുത്താണോ? ലെഫ്റ്റ് നമുക്ക് ലെഫ്റ്റ് പോയാൽ മതി. നമ്മ അന്ന് പോയതല്ലേ അതല്ല. ഇതിലൊക്കെ നമുക്ക് അപ്പുറത്തെ റോഡിൽ കട്ട് ചെയ്യാൻ പറ്റില്ലേ? ആ ഉഷാറാക്കിയാണോ അപ്പുറത്തോട്ട് കട്ട് ചെയ്യാലോ? പൾസർ അത് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണ്, സ്റ്റാർട്ടാകാതിരിക്കണേ. നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും സ്റ്റാർട്ടാവും. വിളിക്കാൻ ഇടക്കിടക്കൊക്കെ സ്റ്റാർട്ടാകാതിരിക്കണം. വണ്ടി ഓടിക്കില്ല, പുള്ളി പുറത്താണ്. പുള്ളി പോരാറാകുമ്പോൾ നമ്മുടെ അടുത്ത് വിളിച്ചു പറയും സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് വണ്ടി റെഡിയാവും. പിന്നെ ഒന്ന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാമല്ലോ. ഇതിലെ പോയപ്പോൾ ഒരപ്പോ മതിയല്ലേ? നമ്മുടെ കസ്റ്റമറിൻ്റെ വീടെത്താറായി. ഇനി അവിടെ ചെന്നിട്ട് വണ്ടി എടുത്തിട്ട് ഓടിച്ചു നോക്കണ കാഴ്ചകൾ നോക്കാം. വണ്ടി എങ്ങനെ സ്റ്റാർട്ടാകില്ലോ എന്നൊക്കെ അറിയില്ല, നോക്കട്ടെ. ആഴ്ച അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുള്ളൂ.
ഇവിടെ ഇറങ്ങുന്ന പുള്ളിയുടെ വീടുന്നു അപ്പുറത്താണെന്നോ. അവൻ്റെ അടുത്ത് ഓക്കെ എന്നാ. സ്റ്റാർട്ടായിട്ട് ഞാൻ നോക്കട്ടെ, സ്റ്റാർട്ടാകുമോ നോക്കാം. നമുക്ക് അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ട് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് അത് റെഡിയാക്കിയിട്ട് കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അത് റെഡിയാക്കാം. പിന്നെ ചെറിയ മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് മിസ്സിങ് ഒക്കെ റെഡിയാക്കാണ്ട് വണ്ടി ഇങ്ങനെ ഓഫായി പോകേണ്ട കംപ്ലൈൻറ്റ്. ചോക്കിട്ട് വെച്ചങ്ങനെ എന്താ ചോക്കിട്ടാലും വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണല്ലോ. വർക്ക്ഷോപ്പിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലോട്ട് വർക്ക്ഷോപ്പിലോട്ടാണ്. ഈ വണ്ടി ഇനിയിപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി എന്താ നോക്കണം. എന്നിട്ട് കൊണ്ട് ഇന്ന് വൈകുന്നേരത്തോളം തിരിച്ചുകൊണ്ട് കൊടുക്കാൻ വേണം. നമ്മൾ ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ റിപ്പയറൊക്കെ ചെയ്യണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 കിലോമീറ്ററിൻ്റെ അകത്താണ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന വണ്ടി. അതിൻ്റെ മുകളിലോട്ടൊക്കെ ഫ്രണ്ടിലോ അതിൻ്റെ കൂടുതലൊക്കെ പോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി റിപ്പയർ ചെയ്തിട്ട് ഇനി വൈകുന്നേരം അത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ.